ഗർഭമായിട്ടും ഇടയ്ക്കിടയ്ക്ക് അലസി പോകുന്ന ഒരാളാണോ നിങ്ങൾ? പലപ്പോഴും കാണാറുണ്ടല്ലേ, ചില സ്ത്രീകൾ വരാറുണ്ട്, ഡോക്ടറെ നമ്മൾ ഗർഭിണി ആവുന്നുണ്ട്, പക്ഷേ നമുക്കൊരു പ്രാവശ്യം പോലും പ്രസവിക്കാൻ പറ്റിയിട്ടില്ല, 1.5 മാസം 2 മാസം 3 മാസമൊക്കെ അലസി പോകുന്നു. ഇതിനൊക്കെ പല റീസൺസ് ഉണ്ട്. നമ്മൾ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് എന്നാണ് പറയുന്നത്. പല ചെക്കപ്പ്സ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ആദ്യം ഒരു പേഷ്യൻ്റ് വരികയാണ്, നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്ന യൂട്രസിന് വല്ല ഇഷ്യൂസ്, യൂട്രസ് അതിന് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിനുള്ളിൽ വല്ല മുഴകളുണ്ടോ, യൂട്രസിനുള്ളിലേക്ക് നിൽക്കുന്ന വല്ല മുഴകളുണ്ടോ, അതൊക്കെ ഇനി കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇംപ്ലാന്റേഷനിൽ വരുന്ന ഇഷ്യൂസ് വരുമ്പോഴും ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതിന് ഫർദർ ആയിട്ടുള്ള ഹയർ ആയിട്ടുള്ള ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വേറെ ഉണ്ട്. അത് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഫർദറായിട്ട് അവരെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാരിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, ഇപ്പോൾ തൈറോയിഡ് കുറയുക കൂടുക അങ്ങനത്തെ കറക്ഷൻസ്, അപ്പോൾ എപ്പോഴും നമുക്ക് ബേസിക് ചെക്കപ്പിൽ തൈറോയിഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും അറിയാം ഈ റിക്കറൻറ്റ് അബോർഷൻ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന റീസൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നോൺ കൺസാങ്ക്യൂനസ് മാരേജ് എന്ന് പറയുന്നത് വെച്ചാൽ ബന്ധുക്കളായ ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഈ ജനറ്റിക് സംഭവങ്ങൾ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളിപ്പോൾ ഒരു വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റീവ്സിന് എപ്പോഴും മാരേജ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫർദറായിട്ട് ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി വേണമെങ്കിൽ, വയബിലിറ്റി ഉള്ള ബേബി വേണമെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ, അതായത് ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേമും എഗ്ഗും ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ യൂട്രസിൻ്റെ ക്യാവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കൂടെ തന്നെ ബ്ലഡിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള ചെക്കപ്പ് വേണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കണം. അബോർഷൻസ് ഉള്ള ആൾക്കാർ എപ്പോഴും ഡോക്ടറെ കണ്ട് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക വേണം.